والذين لا يدعون مع الله إلها آخر ولا يقتلون النفس التي حرم الله إلا بالحق ولا يزنون. അല്ലാഹു അല്ലാതെ മറ്റു ആരാധ്യ വസ്തുക്കളെ ആരാധിക്കാൻ പാടില്ല. ഇത് അല്ലാഹുവിന്റെ നിയമമാണ്. വാപ്പയെ മോൻ വാപ്പ എന്ന് വിളിക്കേണ്ടതിന് പകരം വാപ്പയുടെ സുഹൃത്തിനെ വാപ്പ എന്ന് വിളിച്ചാൽ ഈ പിതാവിന് തോന്നുന്ന വേദന എത്രയാണ്. എങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അല്ലാഹുവിനെ, ആ രക്ഷിതാവിനെ പ്രണാമിക്കേണ്ടതിന് പകരം, റബ്ബിനെ ഇബാദത്ത് ചെയ്യേണ്ടതിന് പകരം മറ്റാർക്കോ ബിംബങ്ങൾക്കോ അല്ലാത്തതിനോ ഒരാളെ ഇബാദത്ത് ചെയ്താൽ അല്ലാഹുവിന്റെ ഗീറത്ത് എത്രയാണ്. അല്ലാഹു അഗ്യറു മിൻ അഹദിക്കും, അല്ലാഹു നിങ്ങളെക്കാൾ ആത്മാഭിമാനമുള്ള ആളാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വലാ യഖ്തുലൂന അൻ-നഫ്സ അല്ലതി ഹറമ അല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അല്ലാഹു അനുവദിച്ച രീതിയിലല്ലാതെ ഒരു നഫ്സിനെ നശിപ്പിക്കാത്തവര്, വ്യഭിചാരത്തിലൂടെയോ അല്ലാതെയോ കൺസെപ്ഷൻ നടന്നിട്ട്, വ്യഭിചാരത്തിലൂടെയോ അല്ലാതെയോ അല്ലാഹു അനുവദിക്കാത്ത രീതിയിലോ അനുവദിച്ച രീതിയിലോ ഗർഭധാരണം നടന്നിട്ട് അത് അബോർഷൻ ചെയ്ത് കളയുന്നത് ഒരു ജീവനെ കൊല്ലുന്നതിന് തുല്യമല്ലയോ? നമ്മുടെ രാജ്യത്ത് അത് അനുവദിക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നത് വിഷയമല്ല. അള്ളാഹുവിന്റെ കോടതിയിൽ അനുവദിക്കപ്പെട്ടിട്ടില്ല. തക്കതായ കാരണങ്ങളില്ലാതെ ഒരു പെണ്ണിന്റെ ശരീരത്തിന് അപകടം വരുമെന്ന് ഒരു ഫഖീഹായ മനുഷ്യനും സത്യസന്ധനായ ഒരു ഡോക്ടറും സാക്ഷി നിന്നാലല്ലാതെ, അവരുടെ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഒരു പെണ്ണിന് അബോർഷൻ ചെയ്യാൻ പാടുള്ളതാണോ? പാടില്ല. വലാ യഖ്തുലൂന അൻ-നഫ്സ അല്ലതി ഹറമല്ലാഹ്. വിവാഹം കഴിഞ്ഞ ആദ്യ വർഷങ്ങളിൽ ഒന്ന് അടിച്ചു പൊളിക്കണമെന്ന ആഗ്രഹത്തിൽ, ഒന്ന് ചെത്തിപ്പൊളിക്കണമെന്ന ആഗ്രഹത്തിൽ തന്റെ ഭർത്താവിന്റെ നുതുഫ ശരീരത്തിലേക്ക് പ്രവേശിച്ച് ഗർഭധാരണം ഉണ്ടായതിന്റെ ശേഷം ആ കുഞ്ഞ് വേണ്ടെന്ന് വെക്കുകയും ജീവത്തുടിപ്പ് തുടങ്ങിയതിന് ശേഷം ആ കുഞ്ഞിനെ നശിപ്പിച്ചു കളയുകയും ചെയ്യുന്ന കൊലപാതകങ്ങൾ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നില്ലേ? ولا يقتلون النفس التي حرم الله. ജീവൻ കൊടുക്കുന്നത് അല്ലാഹുവാണ്. ഹുവല്ലദീ അഹ്യാ വഅമാത വഅഹ്യാ. അല്ലാഹുവാണ് ജീവിപ്പിക്കുന്നത്, അല്ലാഹുവാണ് മരിപ്പിക്കുന്നത്. അങ്ങനെയൊക്കെ കൊലപാതകം ചെയ്യാത്തവർ വളരെ തുച്ഛമായി മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം. വലാ യസ്നൂൻ. സത്യവിശ്വാസികൾ വ്യഭിചാരം ചെയ്യാത്തവരാണ്, വ്യഭിചരിക്കാത്തവരാണ്. വമൻ യഫ്അൽ ദാലിക. മൂന്ന് തെറ്റാ അല്ലാഹുവിടെ പറഞ്ഞത്. വമൻ യഫ്അൽ ദാലിക, ഇതാരെങ്കിലും ചെയ്താൽ യൽഖ അസാമാ, നാളെ അതിന്റെ ശിക്ഷ അവർക്ക് കാണേണ്ടി വരുമെന്ന് അല്ലാഹുവിന്റെ കോടതിയിൽ ശിക്ഷയുണ്ടെന്ന് അല്ലാഹു ജല്ല ജലാലു. മാത്രമോ യുളാഅഫു ലഹുൽ അദാബു യൗമൽ ഖിയാമ, നാളെ പരലോകത്ത് ശിക്ഷ ഇരട്ടിയാക്കി കൊടുക്കും അവർക്ക്. ശിക്ഷ ഇരട്ടിയാണ്, ഡബിളാണ്. യുളാഅഫു ലഹുൽ അദാബു യൗമൽ ഖിയാമ വയഖ്ലുദു ഫീഹി മുഹാനാ, ആ നരകത്തിൽ നിസ്സാരനായി കഴിയേണ്ടി വരികയും ചെയ്യും, നിന്ദനായി കഴിയേണ്ടി വരും എന്ന് മൂന്ന് തിന്മകളെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ പ്രഖ്യാപനം. ബഹുദൈവ ആരാധന ചെയ്യുന്നത്, ഒരു ശരീരത്തെ കൊല്ലുന്നത്, വ്യഭിചരിക്കുന്നത് ഇരട്ടി ശിക്ഷയാണ് നാളെ. ചെറുതല്ല ഇത്. മനുഷ്യ ശരീരത്തിന്റെ ഒരവയവം അല്ലാഹു അനുവദിക്കാത്ത ഒരു അവയവത്തിലേക്ക് പ്രവേശിച്ചാൽ, വിവാഹം ചെയ്തവനാണെങ്കിൽ എറിഞ്ഞു കൊല്ലണമെന്നാണ് അല്ലാഹുവിന്റെ നിയമമെങ്കിൽ ആ കുറ്റത്തിന്റെ ഗൗരവം മനസ്സിലാക്കാൻ അതുപോലെ. യുളാഅഫു ലഹുൽ അദാബു യൗമൽ ഖിയാമ. അല്ലാഹുവിനെ പേടിച്ചോളൂ മുഅ്മിനീങ്ങളെ, സഹോദരിമാരെ, സഹോദരന്മാരെ, ഭർത്താക്കന്മാർ, നാട്ടിലുള്ളവരുമില്ലാത്തവരുമായ പെണ്ണുങ്ങളെ, നിങ്ങൾ സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് നന്ന്. നിങ്ങൾ സൂക്ഷിച്ചാൽ ഈ സമൂഹം നന്നാവും. നിങ്ങൾ മറ്റുള്ളവരോട് കൊഞ്ചിക്കൊടിഞ്ഞ് സംസാരിക്കുകയും കണ്ടവന്റെ മനസ്സിന്റെ സുഖം പുറത്തെടുക്കാൻ വേണ്ടി നിങ്ങളുടെ പഞ്ചാര വാക്കുകൾ പറഞ്ഞ് മറ്റുള്ളവരെ ആകർഷിപ്പിക്കുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ തെറ്റ് ചെയ്തതിന്റെയും ചെയ്യിപ്പിച്ചതിന്റെയും കൂലി, അതിന്റെ രണ്ടിന്റെയും ശിക്ഷ നിങ്ങളുടെ തോളിലേക്ക് അല്ലാഹു ചാർത്തിത്തരുന്ന സമയമൊന്ന് ആലോചിച്ചു നോക്കൂ. യുളാഅഫു ലഹുൽ അദാബു യൗമൽ ഖിയാമ വയഖ്ലുദു ഫീഹി മുഹാനാ. നാളെ പരലോകത്ത് നിന്ദരായി ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്ന് മാത്രമല്ല, ശിക്ഷ ഇവർക്ക് ഡബിളാണ്. ഇത് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റഹ്മത്തിലേക്ക് വരികയാണ് അല്ലാഹു.
ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സാലിഹാ. പാപം ചെയ്തു പോയിട്ട് നിരാശരായി കഴിയുന്നവരോട് അല്ലാഹുവിന്റെ പ്രഖ്യാപനം, നിരാശപ്പെടല്ലേ. അല്ലാഹു നിന്നെ കൈവിടഞ്ഞു എന്ന് വിചാരിക്കേണ്ട, നന്നാവാൻ അവസരമുണ്ട്. ഇനി എനിക്ക് നന്നാവാൻ പറ്റുമോ? ഞാനങ്ങ് പത്രക്ക് മോശമായി പോയില്ല, എനിക്ക് നിസ്കാരം തുടങ്ങിയിട്ട് കാര്യമുണ്ടോ? ഇനി ഞാൻ നിസ്കാരം ആരംഭിച്ചിട്ട് റമദാനിൽ നോമ്പ് നോറ്റിട്ട് കാര്യമുണ്ടോ? ഞാൻ നശിച്ചു പോയല്ലോ എന്ന് വിചാരിച്ച് നിരാശപ്പെടല്ലേ. അല്ലാഹുവിന്റെ വചനം തുടരുകയാണ്. ഇല്ലാ മൻ താബ, ആരാണോ തൗബ ചെയ്ത് മടങ്ങുന്നത് അവർക്കൊഴികെ. പശ്ചാത്തപിച്ച് ഖേദിച്ചു മടങ്ങുന്നവർ, അല്ലാഹുവിലേക്ക് സങ്കടപ്പെട്ട് മടങ്ങുന്നവർ. വആമന, ഈമാൻ ഊട്ടിയുറപ്പിക്കുകയും ഈമാനില്ലാതെ നടന്ന മനുഷ്യൻ ഈമാൻ സ്വീകരിക്കുകയും ചെയ്യുകയും വഅമില അമലൻ സാലിഹാ, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്താൽ ഫഉലൈക, അത്തരക്കാർ യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, അവരുടെ തിന്മകളെ അല്ലാഹു നന്മകളാക്കി മാറ്റിക്കൊടുക്കുന്നതാണ്. ആർക്ക്? തൗബ ചെയ്ത് മടങ്ങുകയും ഈമാൻ ഉറപ്പിക്കുകയും സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്താൽ ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, അവരുടെ തിന്മകളെ നന്മയാക്കി അല്ലാഹു മാറ്റിക്കൊടുക്കും. കഴിഞ്ഞ കാലത്ത് ചെയ്ത മുഴുവൻ തിന്മകൾക്കും നന്മ ചെയ്ത കൂലി അല്ലാഹു കൊടുക്കുമെന്ന് പറയുന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം. വകാന അല്ലാഹു ഗഫൂറർ റഹീമാ. അല്ലാഹു എന്ന പ്രയോഗം നിരന്തരം അല്ലാഹുവിന്റെ സ്വഭാവം ഇതുതന്നെ എന്ന് പഠിപ്പിക്കാനാണ്. വകാന അല്ലാഹു ഗഫൂറർ റഹീമാ, ആ പ്രയോഗവും വല്ലാഹു ഗഫൂറുർ റഹീം എന്ന പ്രയോഗവും വ്യത്യാസമുണ്ട്. വല്ലാഹു ഗഫൂറുർ റഹീം എന്ന് പറഞ്ഞാൽ അല്ലാഹു പുറത്തു തരും, അല്ലാഹു റഹ്മത്തുള്ളവനാണ്. വകാന അല്ലാഹു ഗഫൂറർ റഹീമാ, അല്ലാഹുവിന്റെ ദൈതൻ, നിരന്തരമായ അല്ലാഹുവിന്റെ ശീലം തന്നെ എപ്പോഴും പുറത്തു തരലും അല്ലാഹു റഹ്മത്ത് ചെയ്യലുമാണ്. അല്ലാഹുവേ, ഞങ്ങൾക്ക് മാപ്പ് തരണേ റബ്ബേ, ഞങ്ങൾക്ക് പുറത്തു തരണേ തമ്പുരാനെ, ഞങ്ങളുടെ പാപങ്ങളൊക്കെ നീ നന്മകളാക്കി മാറ്റിത്തരണമേ അല്ലാഹ്. അല്ലാഹു പുറത്തു തരട്ടെ, അല്ലാഹു നമുക്ക് മാപ്പ് തരട്ടെ. ഇത് അല്ലാഹുവിന്റെ അപാരമായ റഹ്മത്തല്ലയോ? തിൽക ആയാതുൽ കിതാബിൽ ഹകീം, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മറ്റൊരു പ്രകടമായ വസ്തുതയാണ് വിശുദ്ധ ഖുർആൻ. ഖുർആൻ റഹ്മത്താണെന്നാണ്, അല്ലാഹുവിന്റെ റഹ്മത്താണ് ഖുർആൻ.